പ്രകാശ് വടകര ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഫേസസ് ആൻഡ് ഫേസസ് എന്ന ഷോർട്ട് ഫിലിം കണ്ടിറങ്ങിയിരിക്കുകയാണ് ഞാൻ. വളരെ മനോഹരമായൊരു കോൺസെപ്റ്റാണിത്. നല്ല രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ബഹ്റിനാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇന്നത്തെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ മറന്നു പോകുന്ന അല്ലെങ്കിൽ പങ്കുവെക്കാൻ മറന്നു പോകുന്ന ചില ബന്ധങ്ങളുടെ അതിൻ്റെ ഒരു ഭയങ്കരമായ സംഘർഷാവസ്ഥയിലൂടെയാണ് ഈ ഷോർട്ട് ഫിലിം കടന്നു പോകുന്നത്. തികച്ചും ശക്തമായ ഇന്നത്തെ ഈ കാലത്ത് പറയേണ്ട ശക്തമായ ഒരു കണ്ടന്റ് തന്നെയാണ്. അതുതന്നെയാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ബലവും. അതിലുപരിയായിട്ട് ഇതിൽ എല്ലാ പെർഫോം ചെയ്തിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരെ പോലെയാണ് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വലൈസേഷൻ ആണെങ്കിലും റീ റെക്കോർഡിംഗ് ആണെങ്കിലും മിക്സിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ല മനോഹരമായിട്ട് വളരെ പ്രൊഫഷണലിസം ഈ സിനിമയിൽ ഈ ഷോർട്ട് ഫിലിം കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. അടുത്ത കാലത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിമുകളിൽ ഏറ്റവും മെച്ചപ്പെട്ട വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു കണ്ടൻറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഫേസ് ആൻഡ് ഫേസ്. എൻ്റെ പേര് ദേവി ബാലമണി. ഒരു കുഞ്ഞ് ആക്ടറാണ്. ഒരു 10-13 വർഷമായി മലയാള സിനിമയിലുണ്ട്. പിന്നെ നമ്മൾ ഷമീർ ഖാൻ്റെ അനക്കന്തിൻ്റെ കട എന്നുള്ള സിനിമയിലും ഞാൻ അവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ 2 ഷോർട്ട് ഫിലിം പറഞ്ഞാൽ നല്ല ഹാർട്ട് ടച്ച് ആയിപ്പോയി. ഒന്നാമത് സ്നേഹം കൊതിക്കുന്ന ഒരാളും ബിസിനസ് സംബന്ധമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുണം. പക്ഷേ അവർക്ക് സ്നേഹം കൊടുക്കാനുള്ള സമയമില്ല. ഹസ്ബൻഡ് ആയാലും ശരി, വൈഫായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കാനും എവിടെയെങ്കിലുമൊക്കെ പോകാനും പിന്നെ മക്കളെ പുറത്ത് കൊണ്ടുപോകാനും ഫാമിലീൻ്റെ ഉള്ളിൽ എല്ലാ വിധത്തിലും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തിയേ വേണ്ടൂ. കാര്യം ജോലി എന്ന് പറഞ്ഞിട്ട് ഒന്നും ശരിയാവുന്നില്ല, മനസ്സിലായില്ല. പിന്നെ രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ അച്ഛന് മനോജേട്ടൻ അച്ഛനാണോ എന്നുള്ളത് അറിയാതെയാണ് പാവൻ ഇത്രയൊക്കെ ആ മോള് സ്നേഹിച്ചത്. പാവം അവസാനം ആ മോള് പറഞ്ഞ സമയത്തുള്ള ചങ്ക് പൊട്ടിപ്പോയെന്നറിയാം. അച്ഛാ എനിക്ക് മരിക്കണ്ട, എനിക്ക് ഇനിയും ജീവിക്കണം, ഈ അച്ഛൻ്റെ മോളായിട്ടെന്ന് പറഞ്ഞ സമയത്തുണ്ടല്ലോ ഞാൻ അറിയാൻ തന്നെ കണ്ണു. അവളെ അമ്മ ചെറുപ്പകാലത്ത് ചെയ്തു പോയ ഒരു ദിവസത്തെ ഒരു തെറ്റിന് വേണ്ടിയിട്ട് ആ മോള് ഒരു അച്ഛനെ ഇങ്ങനെ മാത്രം ഇഷ്ടപ്പെടുന്ന പക്ഷേ ആ കുട്ടി അറിയുന്നില്ല, മനോജേട്ടനും അറിയുന്നില്ല. എന്തായാലും ശരിക്കും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അടിപൊളി. അല്ലെങ്കിൽ ജയച്ചിക്ക് അതെ, ഈ മനോജേട്ടനും അതെ, അതിലുള്ള മോളും അതെ, ഇപ്പോൾ ആദ്യത്തേലുള്ള ആ ഡാൻസിൻ്റെ മോളും അതെ. അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹാപ്പി കൺഗ്രാജുലേഷൻ. ഇനി ഒരുപാട് വർക്കുകൾ അവർ ചെയ്യട്ടെ, ഒത്തിരി ഇഷ്ടത്തോടെ. ഓക്കെ. തീർച്ചയായും ചില അഭിശപ്ത മുഹൂർത്തങ്ങളിലെ സംഭവങ്ങളെ വലിയ പ്രതിസന്ധികളിൽ എത്തിച്ചേർത്തുന്ന ആദ്യത്തെ സ്റ്റെലിമേറ്റും ആരോഗ്യ പ്രശ്നങ്ങളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് രോഗാതുരമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അനാവരണം ചെയ്തും രണ്ട് മനോഹരമായ സൃഷ്ടികളാണ്. ഈ മനോഹരമായ സൃഷ്ടികൾ രൂപപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച എൻ്റെ സുഹൃത്ത് പ്രകാശ് അടക്കമുള്ളവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. രണ്ടും നല്ല പ്രൊഡക്ഷനാണ് എന്ന് തുറന്നു പറയാൻ അതിയായ സന്തോഷമുണ്ട്. സിനിമ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. എങ്കിലും എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ സിനിമയാണെന്ന് പറയാം, ഫേസസ് ആൻഡ് ഫേസസ്. എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചു. നീതു ആണെങ്കിലും പ്രകാശ് ഏട്ടനും ജയചേച്ചി എല്ലാം നല്ല അഭിപ്രായമാണ്. എന്തായാലും ഇവിടെ വെച്ച് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള നല്ല സിനിമകൾ ഇറക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന കഥകൾ തന്നെയാണ്. വളരെ രസകരമായിട്ട് അത് ചെയ്തു. പ്രത്യേകിച്ച് ജയമേടും അതുപോലെ തന്നെ പ്രകാശ് വടകരയൊക്കെ നല്ല അഭിനയം കാഴ്ചവെച്ചു. അവർ നല്ല അഭിനേതാക്കളാണ്. മുംബൈയും നമ്മൾ കണ്ടതാണ്, അനക്കന്തിൻ്റെ കട എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ്. എന്തായാലും ശരി, ഇത് നല്ലൊരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, ഫീച്ചർ ഫിലിമാണ്. 2 സിനിമയും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ഫീച്ചർ ഫിലിം ആക്കാൻ കഴിയും. എന്തായാലും വളരെ നന്ദി, സന്തോഷം. 2 മൂവി കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള മൂവിയാണ്. പിന്നെ എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളത് ആ സ്ക്രിപ്റ്റാണ്, ആ സ്റ്റോറി. നമ്മളെവിടെയും ടച്ച് ചെയ്യാത്തൊരു ടൈപ്പ് സ്റ്റോറിയാണ്. എവിടെയും ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്റ്റോറി. പിന്നെ ആക്ടേഴ്സൊക്കെ ഓക്കെ, നന്നായി ചെയ്തിട്ടുണ്ട്. ഓൾ ടുഗദർ നല്ല മൂവിയാണെന്ന് തന്നെ പറയാം. ഓക്കെ, അവർ ഒരുപാട് ഫിലിം ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ആ മൂവിയിൽ ഞാൻ കാണുന്നുണ്ട്. ഭാവിയിൽ ഒരുപാട് സിനിമകൾ അവർക്ക് ചെയ്യാനാവട്ടെ. നല്ല മൂവി. ഓക്കെ, താങ്ക് യു. സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് താമസിച്ച് മൈക്കെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ
ആ മൂഡിനകത്തും കൂടെ ഇറങ്ങി വരാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ആ മൂഡിൽ തന്നെ ആയിപ്പോയി എന്നുള്ള അതിഗംഭീരമായ പടം എന്ന് മാത്രമല്ല എല്ലാ സൈഡും നമ്മുടെ എനിക്ക് സിനിമയെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിലും അതിൻ്റെ എല്ലാ സൈഡും ഒരു പ്രേക്ഷകനെ രസിപ്പിക്കുന്ന പ്രേക്ഷകനെ ഒരു ഇത്രയും ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു എല്ലാ ഘടകങ്ങളും വളരെ വളരെ വ്യക്തമായി വളരെ വൃത്തിയായി വളരെ സുന്ദരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. വളരെ വളരെ നന്നായിരുന്നു പടം. എല്ലാവരും നന്നായി അഭിനയിച്ചു, എല്ലാവരും നല്ല ആക്ടിങ്, ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ രണ്ട് ഒരു ഷോർട്ട് ഫിലിമാണ് കണ്ടതെങ്കിലും തോന്നുന്നത് അതൊരു നല്ലൊരു ആഴത്തിലുള്ള ഒരു ടോപ്പിക്കായിട്ടാണ്. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു തരത്തിലുള്ള ഫിലിമാണ്. ആക്ടേഴ്സൊക്കെ തന്നെ വളരെ പെർഫെക്റ്റായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമുക്ക് മനസ്സിൽ കൊണ്ടിട്ട് വേദന തോന്നുന്ന തരത്തിലുള്ള ഒരു ഭാവങ്ങളും ശരിക്കും പറഞ്ഞാൽ നല്ല റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും നമുക്ക് പറയുമ്പോൾ വികാരം കണ്ണിൽ വന്ന് കരയുന്നൊരു തരത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അത് രണ്ട് ഭാഗമാണ്, രണ്ട് സിനിമയാണെങ്കിലും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളുണ്ടെങ്കിലും രണ്ടും വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈകിപ്പോയിരുന്നു, അത് വലിയ നഷ്ടമായി തോന്നി. രണ്ടും ഗംഭീരം. നമ്മളൊരു വലിയൊരു സിനിമ, ഒരു 3 മണിക്കൂർ സിനിമയൊക്കെ കാണുന്നതിനേക്കാളും നല്ലൊരു പ്രതീതിയായിരുന്നു. ഒരുപാട് കരഞ്ഞുപോയി. അപ്പം ആ കഥകളെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും എല്ലാം അതിൽ പരാമർശിച്ചിട്ടുണ്ട്. നമ്മളെ ഫാസ്റ്റ് ഫുഡും എല്ലാ കാര്യങ്ങളും, അപ്പോൾ അസുഖങ്ങൾ വരുന്നതും എല്ലാം ഒന്ന് മനസ്സിലാക്കാനുള്ള നല്ലൊരു സ്റ്റോറി. ഇതിൽ അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. അത് പ്രകാശ് സാറും ജയചേച്ചിയും പറയേണ്ട കാര്യമല്ല, മരിക്കായിരുന്നു അവർ ജീവിച്ച്. നല്ലൊരു ഫിലിം. ഞാൻ ജനാർദ്ദനെ ഏറ്റവും ചെറുപ്പം മുതലേയുള്ള ബന്ധമാണ്, സംഘടനാ രംഗത്തും ഒക്കെ ഉൾപ്പെടെ. ഇന്ന് കണ്ട ഷോർട്ട് ഫിലിം രണ്ടും നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ അഭിനേതാക്കളും അതുപോലെ മറ്റെല്ലാ ഭാഗവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് ബോധ്യപ്പെട്ടത്. നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ നല്ലൊരു മെസ്സേജും പാസ് ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജ് എന്ന് പറയുന്നത് അവിഹിത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതിനുള്ള നല്ല മെസ്സേജാണ് എന്നുകൂടിയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വളരെ നന്നായി, വെരി ഗുഡ്. വളരെ നല്ല രണ്ട് ഷോർട്ട് ഫിലിം കാണാനുള്ള ഒരു സൗഭാഗ്യമാണ് ഇന്ന് ലഭിച്ചത്. രണ്ടും വളരെ ഹൈലി ടച്ചിങ് ആയിരുന്നു, വളരെ നാച്ചുറൽ ആയിരുന്നു. രണ്ടും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള രണ്ട് ഫിലിമാണ്. കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം വളരെ ധന്യമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ജയമേനോനും പ്രകാശ് വടകരയും ചേർന്ന് ചെയ്തിട്ടുള്ള ഈ മനോഹരമായ ചിത്രം ശരിക്കും സമൂഹത്തിന്, ഇന്ന് സമകാലിക സമൂഹത്തിന് വളരെ പ്രസക്തിയുള്ളൊരു വിഷയമാണ്. ബഹ്റിനിൽ വെച്ചിട്ട് ഇത്ര മനോഹരമായിട്ട് ഈ ഒരു സിനിമ എടുക്കാൻ സാധിച്ചു. ഇത് ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. ഒരു നല്ല ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ, സാധാരണ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഡയലോഗ് പറഞ്ഞ് തീർക്കാറാണ്. എന്തെങ്കിലും ഒരു കഥ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഡയലോഗ് പറഞ്ഞ് കഥ തീർക്കലാണ്. ഇത് അതുമാത്രമല്ല, വലിയൊരു സിനിമക്ക് പോലും പറഞ്ഞു തീർക്കാനാവാത്ത രീതിയിൽ അത്രയും ഹൃദ്യമായി, അതായത് സാധാരണ നടീനടന്മാരല്ലാത്തതുകൊണ്ട് നമ്മൾ കഥാപാത്രങ്ങളായി തന്നെ കാണാനും കഴിഞ്ഞു. അതിൻ്റെ സംവിധാനം മാത്രമല്ല, സംവിധാനവും സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും അതിൻ്റെ ആക്ടിങ്, അതുപോലെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ വരെ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. മനോഹരമായ രണ്ട് പടങ്ങൾ, ഹൃദയാവർജകം, ഹാർട്ട് ടച്ചിങ് ഫിലിമുകളായിരുന്നു. അടുത്ത കാലത്തൊന്നും ഇത്ര എന്നെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു പടം ഉണ്ടായിട്ടില്ല. രണ്ടൊരു ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഉള്ള പടങ്ങൾ. ഒരു മനുഷ്യൻ്റെ എല്ലാ മനോവികാരങ്ങളെയും കൃത്യമായ പുറംപൂച്ചില്ലാതെ വ്യക്തമായി തെളിയിച്ച് മനുഷ്യഹൃദയങ്ങളിലേക്ക് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന രണ്ട് പടങ്ങൾ. ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതല്ല, മനുഷ്യനെ നിർമ്മീകരിക്കാനുള്ള ഒരു അവസ്ഥ കൂടി ഞാനിതിൽ കാണുന്നുണ്ട്. ഹൃദയാവർജകമായ ഓരോ ക്യാരക്ടേഴ്സും യോഗ്യരവരെ കണ്ടെത്തുകയും അവരുടെ പെർഫോമൻസ് മാക്സിമം ഡോക്ടേഴ്സ് പോലും അതിൻ്റെ ആ സ്റ്റൈൽ ആക്ഷൻ പോലും വളരെ കറക്റ്റായിരുന്നു. ആ അമ്മയെ അഭിനയിച്ച രണ്ടാമത്തെ പടത്തിൽ അഭിനയിച്ച ശ്രീയുടെ പെർഫോമൻസ് അതിഗംഭീരം. വളരെ സീനിയറായിട്ടുള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ എല്ലാ ചാതുര്യവും കൂടി ആ പടം അവതരിപ്പിച്ചിട്ടുണ്ട്.
എനിക്കേറെ ഇഷ്ടപ്പെട്ടു. സന്തോഷം, എൻ്റെ സ്നേഹിതൻ്റെ ഈ ഒരു കാൽവെപ്പ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു. വടകര ഗണേശിൻ്റെ ഈ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഷോർട്ട് ഫിലിമിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 ഷോർട്ട് ഫിലിമുകളാണ്. ഇപ്പോൾ പുതിയ നവ ജനറേഷൻ കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. എന്തായാലും എല്ലാം കൊണ്ടും വളരെ നന്നായിട്ടുണ്ട്. സംവിധാനത്തിലും ഡയറക്ഷനിലൊക്കെ വളരെ മികച്ചതായിട്ടുണ്ട്. എന്തായാലും താങ്ക്സ്. നമസ്കാരം. നല്ലൊരു തഴക്കവും പഴക്കവും സിദ്ധിച്ചിട്ടുള്ള സിനിമാക്കാരെടുത്തൊരു സിനിമ കണ്ടതിലുപരി വലിയൊരു സംഭവം നല്ല പ്രതീക്ഷ നൽകിയിട്ട് എഡിറ്റിങ്ങിലാവട്ടെ, അതുപോലെ ഡബിങ്ങിലാവട്ടെ, സംവിധാന രീതിയിലാവട്ടെ, എല്ലാം കൊണ്ടും മെച്ചം നല്ലൊരു സിനിമയേക്കാളുപരി വളരെ മുന്നിൽ നിൽക്കുന്ന നല്ലൊരു സംഭവം. എല്ലാവിധ ആശംസകളും. നമസ്കാരം. ഞാൻ ഈ സിനിമ കണ്ടു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലൂടെയൊക്കെ സിനിമ പോയിട്ടുണ്ട്. മനുഷ്യൻ മൂടി വെച്ച അല്ലെ അടക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ദുരന്തങ്ങൾ ഭാവിയിലേക്ക് ഒരു ദുരന്തങ്ങളായ ഇടുത്തി പോലെ ജീവിതത്തിൽ വന്നു വീഴുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ ഹൃദയസ്പർശിയായ സിനിമയാണ്. 2 നല്ല ഫിലിമുകളാണ്. അതിൽ ജയരാജ് സാറിൻ്റെ പ്രകാശ് സാറിൻ്റെ ഗംഭീരമായ അഭിനയവും കാര്യങ്ങളും എല്ലാവരും തന്നെ വളരെ മനോഹരമായി ചിത്രീകരിച്ചു. നല്ല ലൊക്കേഷൻ, നല്ല തീം, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. നല്ല സിനിമ. ആദ്യത്തേത് നല്ല എക്സലൻറ്റ്, നല്ല അഭിനയം എല്ലാവരും. ഒരു ബിഗ് സിനിമ കണ്ടതിനേക്കാളും 2 കണ്ടിട്ട് ഒരു ബിഗ് സിനിമ കണ്ടതിനേക്കാളും നന്നായിട്ടുണ്ട്. രണ്ടാമത് കണ്ടപ്പം സിനിമ ടെലിഫിലിം കണ്ണ് നിറഞ്ഞുപോയി. അടിപൊളി. നമസ്കാരം. എൻ്റെ പേര് നീതു ജനാർദ്ദനൻ. ഫേസസ് ഇൻ ഫേസസിലെ ജിഷ എന്ന കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ. ജയാൻ്റെയും പ്രകാശങ്ങളുടെയും നേതൃത്വത്തിലുള്ള ഇങ്ങനൊരു മൂവി, അതേപോലെ ഫ്രാൻസ് കഥാരത്തിൻ്റെയും എടത്തോടി ഫിലിംസിൻ്റെ ബാനറിലുള്ള ഇങ്ങനൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഭാഗമാവാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. അതിന് ഒത്തിരി അവാർഡുകൾ ഇപ്പോഴ് നമ്മൾ സിനിമയ്ക്ക് തന്നെ കിട്ടി. ഒത്തിരി അപ്രിസിയേഷനും അതേപോലെ ഇതിൽ അഭിനയിച്ചതിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കിട്ടി. അതുകൊണ്ട് തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാവരുടെയും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. കലാരംഗത്തെ നിറപ്രതിഭകളായ 2 പേർ ബഹ്റൈനിൽ 4 പതിറ്റാണ്ടിലധികം. അത്ര തന്നെ എനിക്ക് 83 മുതലുള്ള പരിചയം ജയചേച്ചിയായിട്ടും പ്രകാശുമായിട്ടും എനിക്ക് ഉണ്ട്. അപ്പം അവരുടേതായ പടം സ്റ്റീൽമേറ്റ് ആണെങ്കിലും ഫേസസ് ആൻഡ് ഫേസസ് ആണെങ്കിലും അവരുടെ പകരം വെക്കാനില്ലാത്ത ഒരു കലാപ്രതിഭകളാണ് 2 പേരുടെയും. അവരുടെ മൊത്തം കഴിവുകളും ഇതിൽ പ്രദർശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലും അവർക്കും ഉയർച്ചകളുണ്ടാവട്ടെ. ഈ സിനിമക്ക് തന്നെ സ്റ്റീൽമേറ്റിന് പുലരി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഫേസസ് ആൻഡ് ഫേസസിലെ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് നീതു ജനാർദ്ദന് ലഭിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ഭാവങ്ങളും ഈ പടത്തിനും ഈ ദമ്പതികൾക്കും നേരുകയാണ്. മാത്രമല്ല ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഭാവങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. കോഴിക്കോടെ എല്ലാ സിനിമാ പ്രേമികളോടും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഈ സിനിമ ഇവിടെ വന്ന് കണ്ട് വിജയിപ്പിച്ചതിലുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അറിയിക്കുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞുള്ള സന്തോഷം അതിനേക്കാൾ കൂടുതൽ കളിച്ച എല്ലായിടത്തും, കൊച്ചിയിലും ട്രിവാൻഡ്രത്തും തൃശ്ശൂർ ഫിലിം ഫെസ്റ്റിവലിലും കളിച്ച എല്ലാ സ്ഥലങ്ങളിലും ഒരേ അഭിപ്രായമാണ്. ഒന്നിനൊന്നും മെച്ചപ്പെട്ട സിനിമ. ഈ സിനിമയുടെ വിജയത്തിൽ പങ്കുചേർന്ന നിങ്ങൾ ഓരോരുത്തരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ സിനിമ കാണാത്തവർ ഇനിയും കാണാനുള്ള അവസരം ഉണ്ടായിത്തീരട്ടെ. അതിനായി ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.